റെസ്പെക്റ്റഡ് ഗൈസ്, ഞാനിന്നിവിടെ പറയുന്നത് മിഥുനം എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ്. 1993 ഈ ചിത്രം റിലീസായത്. അന്ന് ബോക്സ് ഓഫീസ് ഹിറ്റായ ഒരു ഒരു വലിയ നല്ല ഒരു മലയാള ചലച്ചിത്രമായിരുന്നു മിഥുനം എന്നതിൽ യാതൊരു സംശയവുമില്ല. മിഥുനം സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ പ്രിയ സുഹൃത്ത് പ്രിയദർശനാണ്. അതുപോലെ തന്നെ ഇതിലെ തിരക്കഥ രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും പ്രിയ സുഹൃത്തായ ശ്രീനിവാസനാണ്. മോഹൻലാൽ, പ്രിയദർശൻ, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന എക്കാലത്തെയും ഒരു മനോഹര ചലച്ചിത്രം തന്നെയാണ് മിഥുനം എന്നതിൽ യാതൊരു സംശയവുമില്ല. 1993 ഈ ചലച്ചിത്രം പുറത്തിറങ്ങിയത്. അന്ന് ഇത് ബോക്സ് ഓഫീസ് ഹിറ്റായ ചിത്രമാണ്. എല്ലാവരും വളരെയധികം ദിവസങ്ങളോളം ഈ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടി കയ്യടി വാരിക്കൂട്ടിയ, അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഒരു മലയാള മൂവി ചലച്ചിത്രമായിരുന്നു മിഥുനം. അതായത് ഇതിൽ നല്ല ഒരു താരനിര തന്നെയാണ് ഇതിൽ അണിനിരന്നിരിക്കുന്നത്. മോഹൻലാൽ, ശ്രീനിവാസൻ, ഉർവശി, ഇന്നസെൻ്റ്, ശങ്കരാടി, തിക്കുറിശി, സുകുമാരൻ നായർ, സുകുമാരി, ഇങ്ങനെ നെടുമുടി വേണു, ഇങ്ങനെ ഒരുപാട്, ജഗതി ശ്രീകുമാർ, കണ്ടില്ലേ? ഇങ്ങനെ പ്രശസ്തരായ അല്ലെങ്കിൽ പ്രമുഖരായ ഒരു ശ്രീനിവാസൻ ഒക്കെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട റോളുകളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രമുഖ താരനിര തന്നെയാണ് മിഥുനത്തിൽ അണിനിരന്നിരിക്കുന്നത്. അതായത് ഇവരെല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ മത്സരിച്ചാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗാനങ്ങൾ രചിച്ചത് ONV കുറുപ്പിൻ്റെ ഗാനങ്ങളാണിതിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് MG രാധാകൃഷ്ണൻ. അപ്പോൾ എല്ലാവരും കൂട്ടുകെട്ടാണ്. MG രാധാകൃഷ്ണൻ, പ്രിയദർശൻ, മോഹൻലാൽ കൂട്ടുകെട്ട്. അതുപോലെ തന്നെ ജനാർദ്ദനൻ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു വേഷം ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സേതുമാധവൻ എന്നാണ്. സുഹൃത്ത് ആയ ശ്രീനിവാസൻ പ്രേമൻ എന്ന അതായത് സേതുമാധവൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് കൂടെ നടക്കുന്ന ആളായിട്ടാണ് ശ്രീനിവാസൻ അഭിനയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് മഹത്തായ നല്ല ഒരു ചിത്രം തന്നെയായിരുന്നു. 90കളിലെ വാഴ്ത്തപ്പെട്ട നല്ല ഫിലിം. അന്ന് ഉർവശി എന്നൊക്കെ പറയുന്ന ഉർവശി നിറഞ്ഞ് നിൽക്കുന്ന, സിനിമാ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭ, ലേഡി സൂപ്പർ സ്റ്റാറാണ്. അല്ലെ, 2 സൂപ്പർ സ്റ്റാറുകൾ ഒത്തൊരുമിച്ച ഒരു പടം തന്നെയാണ് മിഥുനം എന്നതിൽ യാതൊരു സംശയവുമില്ല. രണ്ടുപേരും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട് മത്സരിച്ച് അഭിനയിച്ച് മികച്ച അഭിനയം ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് ഇത് ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ചലച്ചിത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് സേതുമാധവന് വീട്ടിൽ ധാരാളം ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു കൂട്ടുകുടുംബത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. സേതുമാധവൻ്റെ സഹോദരങ്ങൾ തമ്മിലുള്ള വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ ആകെ കുടുംബകാര്യങ്ങളെല്ലാം സേതുമാധവൻ്റെ ചുമലിലാണുള്ളത്. ഇതെല്ലാം ഓടിച്ചുകൊണ്ട് സേതുമാധവൻ പോകണം. അദ്ദേഹം വളരെ വിഷമത്തിൽ, അക്കാലത്തെ 90കളിലെ ഒരു ചെറുപ്പക്കാരുടെ വിഷമം, പ്രയാസം, അന്നത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്നറിയാമല്ലോ. സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ എത്ര ശ്രമിച്ചാലും അവർക്കൊന്ന് ഒരു ഉയർപ്പ് അവർക്കില്ല, പെട്ടെന്ന് കിട്ടത്തില്ല. അവരൊരുപാട് യാതനകൾ അനുഭവിക്കണം. കാരണം അന്ന് ഉദ്യോഗസ്ഥരുടെ, നമ്മൾ എന്തെങ്കിലും ഒരു ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് ചെന്നാലും
ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഇതിലെ കഥാപാത്രമാണ് സേതുമാധവൻ. സേതുമാധവൻ എങ്ങനെയെങ്കിലും കരുപ്പിടിപ്പിക്കുവാൻ, ജീവിതം കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം പല ഉദ്യമങ്ങളും ചെയ്തു. തൻ്റെ അമ്മയുടെ പേരിലുള്ള അമ്മ ദാക്ഷായണിയുടെ പേരിൽ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുവാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അതിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് സാങ്ഷൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അതിൽ അദ്ദേഹം മനം നൊന്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിശ്രുത വധുവാണ് ഉർവശി. ഉർവശി സുലോചന എന്ന കഥാപാത്രത്തെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഉർവശിയുടെ അല്ലെങ്കിൽ സുലോചനയുടെ സഹോദരനാണ് ജനാർദ്ദനൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇവരെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. സേതുമാധവൻ എങ്ങനെയെങ്കിലും ഈ ഉർവശിയെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അവളെ തട്ടിക്കൊണ്ടെങ്കിലും പോകണം എന്ന് ആണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു നുണക്കഥ പ്രചരിപ്പിക്കുന്നു, ഇവളുടെ വിവാഹം കഴിയുവാൻ പോകുന്നു എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി, സേതുമാധവനും സുഹൃത്തും കൂടി ഈ പായിൽ ചുമന്നുകൊണ്ടാണ് ഇവളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സംഭവം നമ്മൾ ജീവിതത്തിൽ എങ്ങും കണ്ടിട്ടുണ്ടാകത്തില്ല. ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒളിച്ചോടി പായ്ക്കകത്ത് കയറി ഇരുന്ന് പോകുന്നത്, രണ്ടുപേര് ചുമന്നുകൊണ്ട് പോകുന്നത് നമ്മളെവിടെ കണ്ടിട്ടുണ്ട്? ഇന്ന് വരെ നമ്മൾ എങ്ങും അങ്ങനെ ഒരു കാര്യം കേട്ട് കേൾവി പോലുമില്ല. അന്നത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു രംഗമായിരുന്നു അത്. ഇദ്ദേഹത്തിന്, സേതുമാധവന് ജീവിതത്തിലെ പ്രാരാബ്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നില്ല. പ്രാരാബ്ധങ്ങളൊന്നും തീരുന്നില്ല. അതുകൊണ്ടാണ് ഈ തൻ്റെ വിവാഹം നീട്ടി വയ്ക്കുന്നത്. അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ഒരു വിവാഹം കഴിക്കുന്ന പെണ്ണിനുണ്ടാകുന്ന ചാപല്യങ്ങൾ, എൻ്റെ ഭർത്താവ് ഹണിമൂൺ ട്രിപ്പിന് കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെ. അന്നത്തെ ഏറ്റവും വലിയ രസം, ഹണിമൂണിന് പോയപ്പോൾ, ഊട്ടിയിലേക്ക് ഹണിമൂണിന് ചെന്നപ്പോൾ വീട്ടിലുള്ള എല്ലാവരും, പ്രായമായവരെയും കൂടെ ചേർത്താണ് ഹണിമൂൺ ട്രിപ്പിന് പോയത്. അപ്പോൾ വയസ്സായ അമ്മാവന് അന്ന് ഊട്ടിയിലെ തണുപ്പൊന്നും സഹിക്കാൻ വയ്യാതെ അവർക്ക് ഹണിമൂൺ അവസാനിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കഥയുടെ ഒരു ചുരുക്കം. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ ഇവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ലഹളകളെ, ഇവൻ എഴുതിയിരുന്ന പ്രേമലേഖനങ്ങളെല്ലാം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നതും, അവൾ സാമ്പാർ വെച്ചാൽ ഏറ്റവും നല്ലതാണെന്നൊക്കെ അവൻ പറയുന്നതൊക്കെ അവളുടെ ഓർമ്മകളാണ്. അപ്പോൾ അതിന് വിപരീതമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയോട് കാണിക്കുന്നത്. ഭാര്യ അതിൽ വളരെയധികം വിഷാദം അനുഭവിക്കുന്നു. അപ്പോൾ ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത് വളരെ ബിസ്ക്കറ്റ് ഫാക്ടറി സ്ഥാപിക്കുകയും അങ്ങനെ ഒരു നല്ല ഒരു പര്യവസാനമാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. അവസാനം അവരുടെ ഈ ഹണിമൂൺ ട്രിപ്പ്, ഊട്ടിയിലേക്കുള്ള ഹണിമൂൺ ട്രിപ്പ് ഇവർ രണ്ടുപേരും തന്നെ പോകുന്നതോടുകൂടി നല്ല ശുഭപര്യവസായിട്ട് ഈ ചലച്ചിത്രം അവസാനിക്കുന്നു. വളരെ സന്തോഷകരമായിട്ട് അവസാനിക്കുന്ന കാഴ്ചയാണ് നമുക്കിതിൻ്റെ അവസാനം കാണുവാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ചലച്ചിത്രമാണ് ഇത്.